ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങളിലെത്താൻ ഈ ചാനൽ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. അതോടൊപ്പം ബെല്ലൈക്കൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. ന്യൂഡൽഹി എന്ന ചിത്രത്തിന് ശേഷം ചെയ്യാനിരുന്ന സിനിമയെക്കുറിച്ച് സംസാരിക്കുകയായിരുന്നു നിർമ്മാതാവായ ജോയി തോമസ്. തിരക്കഥാകൃത്തായ ടെന്നി ജോസഫിനെ സംവിധായകനാക്കി അവതരിപ്പിച്ചുകൊണ്ട് സുമലതയെയും മമ്മൂട്ടിയെയും നായികാനായകന്മാരാക്കിയുള്ള സിനിമയായിരുന്നു അതെന്നും അദ്ദേഹം പറഞ്ഞു. ഒരു ഫോട്ടോഗ്രാഫറും നടിയും തമ്മിലുള്ള പ്രണയമായിരുന്നു ചിത്രത്തിന്റെ ഇതിവൃത്തമെന്നും രജനികാന്ത് ഗസ്റ്റ് റോളിൽ വരാമെന്ന് സമ്മതിച്ചിരുന്നുവെന്നും ജോയി തോമസ് കൂട്ടിച്ചേർത്തു. 4 ദിവസം ഷൂട്ട് നടന്നുവെന്നും പിന്നീട് ചില കാരണങ്ങളാൽ അത് ഉപേക്ഷിക്കേണ്ടി വന്നുവെന്നും അദ്ദേഹം പറയുകയുണ്ടായി. ജോയി തോമസിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: ന്യൂഡൽഹി എന്ന സിനിമ വലിയ ഹിറ്റായി മാറിയപ്പോൾ അതിനുശേഷമെടുക്കുന്ന സിനിമ എന്തായിരിക്കണം, എങ്ങനെയായിരിക്കണം എന്ന കാര്യത്തിൽ ഒരു ആശങ്കയുണ്ടായിരുന്നു. താരങ്ങൾ, സംവിധായകൻ, നല്ല കഥ ഇവയെല്ലാം ഒത്തുവരണം. ഒരു നല്ല കൂട്ടായ്മയിൽ വേണം അടുത്ത സിനിമയും നിർമ്മിക്കാൻ എന്ന് ഞാൻ തീരുമാനിച്ചിരുന്നു. ആ ചിന്തയുടെ ഭാഗമായി ടെന്നിസ് ജോസഫിനെ സംവിധായകനായി അവതരിപ്പിക്കാനും ഞാൻ തീരുമാനിച്ചു. അങ്ങനെ ടെന്നിസ് ജോസഫ് പുതിയൊരു കഥ എഴുതി. ഒരു സിനിമാ നടി നായികയായി വരുന്ന കഥ. നായികയായി സുമലതയെയും നായകനായി മമ്മൂട്ടിയെയും തീരുമാനിച്ചു. ഒരു ഫോട്ടോഗ്രാഫറും നടിയും തമ്മിലുള്ള ബന്ധം, അവരുടെ പ്രണയം, ആ പ്രണയത്തിനിടയിലുണ്ടാകുന്ന ചില പ്രശ്നങ്ങൾ കാരണം ഇരുവരും തെറ്റിപ്പിരിയുന്നു. വെൺമേഘഹംസങ്ങൾ എന്ന് സിനിമയ്ക്ക് പേരുമിട്ടു. ക്ലൈമാക്സിൽ ഒരു സിനിമാ നടൻ വരുന്നുണ്ട്. ആ നടനാണ് നായകനെയും നായികയെയും അവസാനം ഒരുമിപ്പിക്കുന്നത്. 5 or 6 സീനുകളിൽ വരുന്ന ആ നടൻ ആരായിരിക്കണമെന്ന് ഞങ്ങൾ ആലോചിച്ചപ്പോൾ രജനികാന്തിനെ വിളിക്കാം എന്ന് തോന്നി. രജനികാന്തുമായി ചർച്ച ചെയ്തപ്പോൾ അദ്ദേഹവും സമ്മതം മൂളി. അങ്ങനെ ഷൂട്ട് തുടങ്ങി. 4 ദിവസം ഷൂട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ മൊത്തത്തിൽ എന്തോ ഒരു നെഗറ്റീവ് ചിന്ത തോന്നി തുടങ്ങി. മമ്മൂട്ടിയും സുമലതയും തമ്മിലുള്ള കുറച്ചു ഭാഗങ്ങൾ ഷൂട്ട് ചെയ്തു. വിദേശത്തും ഷൂട്ട് ചെയ്യാനുണ്ട്. അതിനുവേണ്ടി ദുബായിലൊക്കെ പോയി ഞങ്ങൾ ലൊക്കേഷൻ കാണുകയുണ്ടായി. പക്ഷേ ഈ ചിത്രവുമായി മുന്നോട്ടു പോകാൻ ടെന്നിസ് ജോസഫിന് എന്തോ പന്തികേട് തോന്നി. ഈ ചിത്രം നമുക്കിവിടെ വെച്ച് നിർത്തിയാലോ എന്ന് ടെന്നിസ് ജോസഫ് ഒരു ദിവസം എന്നോട് ചോദിച്ചു. ഞാനും അതിന് തയ്യാറാവുകയായിരുന്നു. എന്തായാലും 4 ദിവസത്തെ ഷൂട്ട് കഴിഞ്ഞപ്പോൾ വെൺമേഘഹംസങ്ങൾ നിർത്തിവെച്ചു. പിന്നെ ഞങ്ങൾ ആ സിനിമ പൂർണ്ണമായും ഉപേക്ഷിക്കുകയാണ് ചെയ്തത്. ജോയി തോമസ് പറഞ്ഞു. ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങളിലെത്താൻ ഈ ചാനൽ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. അതോടൊപ്പം ബെല്ലൈക്കൺ പ്രസ് ചെയ്യാൻ മറക്കരുത്.